അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻകം ടാക്സിന്റെ ബേസിക് കൺസെപ്റ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ നെറ്റ് കൊമേഴ്സിന്റെ 10ാമത്തെ യൂണിറ്റ് ആണ് ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി PGക്കൊക്കെ പഠിച്ച ടോപ്പിക്കുകൾ തന്നെയാണ് വരുന്നത്. ഇന്ന് നമുക്ക് ഇൻകം ടാക്സിന്റെ കുറച്ച് ബേസിക് കൺസെപ്റ്റ്സുകൾ പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ ഇൻകം ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ എന്താണ് ഇൻകം? ഓൾറെഡി നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടേം ആണ് ഇൻകം ടാക്സ്. അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സൊക്കെ ആരെങ്കിലും ഒക്കെ ഇൻകം ടാക്സ് പേ ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടേം ആണ്, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടേം ആണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. എന്താണ് ഇൻകം എന്ന് പറയുന്നത്? ഒരു ഇൻഡിവിജ്വലിന് ലഭിക്കുന്ന വരുമാനമാണ് അല്ലെ. അപ്പൊ പല സോഴ്സിൽ കൂടെ ആ ഇൻഡിവിജ്വലിന് വരുമാനം ലഭിക്കാം ഉള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് നോക്കാം ഡെഫിനിഷൻ. ഓൾദോ ഇൻകം ടാക്സ് ഇസ് എ ടാക്സ് ഓൺ ഇൻകം, ദ ആക്ട് ഡസ് നോട്ട് പ്രൊവൈഡ് എനി exhaustive definition to the term income. Instead, the term income has been defined in its widest sense by giving an inclusive definition. It includes not only the income in its natural and general sense but also income specified in section 2 subsection 24. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇൻകം എന്നുള്ള ടേമിന് കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ ഇൻകം ടാക്സ് ആക്ടിൽ പറയുന്നില്ല. എന്നിരുന്നാൽ പോലും ഒരു ടേബിൾ ഓഫ് കണ്ടന്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് ഇതൊക്കെയാണ് ഇൻകം എന്നാണ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം പറയുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണ് നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഇത്രയും മനസ്സിലാക്കാം, ഇൻകം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന് ലഭിക്കുന്ന മോണിറ്ററി റിട്ടേണിയാണ് നമ്മൾ പീരിയോഡിക്കൽ മോണിറ്ററി റിട്ടേണിയാണ് നമ്മൾ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ ഇൻകം എന്ന് പറയുന്നത് ഇസ് എ പീരിയോഡിക്കൽ മോണിറ്ററി റിട്ടേൺ കമ്മിങ് ഇൻ റെഗുലർലി ഫ്രം ഡെഫിനിറ്റ് സോഴ്സസ് ലൈക്ക് വൺസ് ബിസിനസ്, ലാൻഡ്, വർക്ക്, ഇൻവെസ്റ്റ്മെന്റ്സ് എക്സെട്ര. ഇറ്റ് ഇൻക്ലൂഡ്സ് വാല്യൂ ഓഫ് ബെനിഫിറ്റ്സ് ആൻഡ് പെർക്വിസിറ്റ്സ്. അപ്പൊ ഇൻകം എന്ന് പറഞ്ഞ ടേമിന്റെ മീനിങ്, ഡിക്ഷണറി മീനിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒരു ഇൻഡിവിജ്വലിന് വരുന്ന പീരിയോഡിക്കൽ മോണിറ്ററി റിട്ടേൺ ഏതിൽ നിന്നൊക്കെ വരാം? ഒരാളുടെ ബിസിനസ്സിൽ നിന്ന് വരാം. ഒരാൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ടെങ്കിൽ ബിസിനസ്സിൽ നിന്ന് അയാൾക്ക് പ്രോഫിറ്റ് ആയിട്ട് വരാം. പ്രോഫിറ്റ് മാത്രമല്ല ലോസ് ഉണ്ടായിരിക്കും. അതിൽ പ്രോഫിറ്റ് ആയിട്ട് വരുന്ന അയാൾ ബി കൺസിഡർഡ് ആസ് ഹിസ് ഇൻകം. ലാൻഡ്, ഇപ്പൊ ഭൂമി റെന്റിനൊക്കെ കൊടുത്തിട്ട് അയാൾക്ക് വാടക കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി കൺസിഡർഡ് ഹിസ് ഇൻകം ആയിട്ട് നമ്മൾ ആ റെന്റ് കൺസിഡർ ചെയ്യും. പിന്നെ വർക്ക്, അതായത് ഒരാൾ ജോലിക്ക് പോയിട്ട് സാലറി കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി കൺസിഡർഡ് ആസ് ഹിസ് ഇൻകം. ഇനി ഇൻവെസ്റ്റ്മെന്റ്, ഇപ്പൊ ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താം, അല്ലെങ്കിൽ മറ്റ് വെഞ്ചേഴ്സിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താം. ബാങ്കിൽ ഡെപ്പോസിറ്റുകൾ ചെയ്തിട്ട് അയാൾക്ക് അതിൽ നിന്ന് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മറ്റ് റിട്ടേൺസ് കിട്ടുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ കിട്ടുന്ന ഇൻട്രസ്റ്റുകളും റിട്ടേൺസുകളും എല്ലാം നമ്മൾ ഇൻകം ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ മൊത്തത്തിൽ ഇൻകം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന് ലഭിക്കുന്ന ബെനിഫിറ്റ്സിന്റെയും പെർക്വിസിറ്റ്സിന്റെയും മൊത്തം വാല്യൂവിനെയാണ് ഇൻകം എന്ന് പറയുന്നത്. ഇൻകം എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിന് ഒരു പീരീഡിൽ കിട്ടുന്ന മോണിറ്ററി ബെനിഫിറ്റ് ആണ്. അപ്പൊ അത് പല രൂപത്തിലും അയാൾക്ക് ഇൻകം കിട്ടാം. ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് ആയിട്ട് കിട്ടാം, ലാൻഡിൽ നിന്ന് റെന്റ് ആയിട്ട് കിട്ടാം, വർക്കിൽ നിന്ന് സാലറി ആയിട്ട് കിട്ടാം, ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് എന്തായിട്ട് കിട്ടാം? ഇൻട്രസ്റ്റ് ആയിട്ടും ഇൻകംസ് ഇൻഡിവിജ്വൽസിന് റിസീവ് ചെയ്യാം. അപ്പൊ എന്തായിരിക്കും ടാക്സ് എന്ന് പറയുന്നത്? ടാക്സ് എന്ന് പറയുന്നത് നികുതിയാണ്. ഗവൺമെന്റ് ടാക്സ് ലയബിലിറ്റി ഉള്ള ഒരു പേഴ്സന്റെ മേല് ഇമ്പോസ് ചെയ്യുന്ന ലയബിലിറ്റിനെയാണ് നമ്മൾ ടാക്സ് എന്ന് പറയുന്നത്. ടാക്സ് ആർ ദ ബേസിക് സോഴ്സ് ഓഫ് റവന്യൂ ടു ദ ഗവൺമെന്റ്. ഗവൺമെന്റിനുള്ള ബേസിക് സോഴ്സ് ഓഫ് റവന്യൂ ആണ് ടാക്സ് എന്ന് പറയുന്നത്. ടാക്സിലൂടെയാണ് ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത്. ഇറ്റ് ലീവ്സ് ബൈ ദ ഗവൺമെന്റ് ഓൺ ദ ടാക്സ് പെയർ. ടാക്സ് അടയ്ക്കാനായിട്ട് ഉത്തരവാദിത്തമുള്ള ആളെയാണ് നമ്മൾ ടാക്സ് പെയർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു സ്ലാബ് റേറ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം, ഫിനാൻഷ്യൽ ആക്ട് പ്രകാരമാണ് ഇത്തരത്തിലുള്ള സ്ലാബ് റേറ്റുകളും എല്ലാം വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ചേഞ്ചസോ അല്ലെങ്കിൽ അമെന്റ്മെന്റ്സ് ഒക്കെ വരുന്നതിനനുസരിച്ച് സ്ലാബ് റേറ്റിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ഫിനാൻസ് ആക്ടിൽ ഉണ്ടാകുന്ന അമെന്റ്മെന്റ്സിനനുസരിച്ച് സ്ലാബ് റേറ്റിലും ടാക്സിന്റെ റേറ്റുകളിലും വ്യത്യാസം വരാം. അപ്പോൾ ഓരോ വർഷം ഓരോ സ്ലാബ് റേറ്റുകളായിരിക്കും. അപ്പൊ എത്രയാണോ ലിമിറ്റ് തന്നിട്ടുള്ളത് അത്രയും ലിമിറ്റിന്റെ ഉള്ളിൽ ഇൻകം ഏൺ ചെയ്യുന്നവർക്ക് എക്സംഷൻ ലിമിറ്റ് ഉണ്ട്. ആ എക്സംഷൻ ലിമിറ്റിന്റെ ഉള്ളിൽ ഇൻകം ഏൺ ചെയ്യുന്നവർക്ക് ആ ടാക്സ് അടയ്ക്കേണ്ട. എക്സംഷൻ ലിമിറ്റേക്കാളും കൂടുതൽ ഇൻകം ഏൺ ചെയ്യുന്നവർക്ക് ടാക്സ് പേ ചെയ്യണം. വരുന്ന ക്ലാസ്സുകൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത്രയും മനസ്സിലാക്കുക, ടാക്സ് എല്ലാവരും ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരല്ല. ഒരു പർട്ടിക്കുലർ ലിമിറ്റിനേക്കാളും കൂടുതൽ ഇൻകം ഏൺ ചെയ്യുന്ന ഇൻഡിവിജ്വൽസിന് മാത്രമാണ് ടാക്സ് ലയബിലിറ്റി ഉള്ളൂ. ആ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരുള്ളവരെയാണ് നമ്മൾ ടാക്സ് പെയർ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ടാക്സ് പെയേഴ്സിന്റെ മുകളില് ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന റേറ്റിനെയാണ് നമ്മൾ ടാക്സ് എന്ന് പറയുന്നത്. ടാക്സ് ഇസ് എ കമ്പൽസറി ഫീ ഓർ ചാർജ് ലീവ്ഡ് ബൈ എനി ഗവൺമെന്റ് on an individual or an organization to collect revenue for public works provided the best facilities and infrastructure. The fund so collected is used for different public expenditure programs. അപ്പൊ ഇത്തരത്തില് ഗവൺമെന്റ് ഇൻഡിവിജ്വൽസിന്റെ മേലിൽ നിന്നും അതുപോലെ തന്നെ കമ്പനീസിന്റെ അടുത്തു നിന്നും ഓർഗനൈസേഷന്റെ അടുത്തു നിന്നും മറ്റ് പേഴ്സൺസിന്റെ അടുത്തു നിന്നും ചാർജ് ചെയ്യുന്ന ടാക്സ് എന്തിനു വേണ്ടിയാണ് അവർ കളക്ട് ചെയ്യുന്നത്? ബേസിക് ഫെസിലിറ്റീസ്, ബെസ്റ്റ് ഫെസിലിറ്റീസ് ആൻഡ്
ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് മെയിൻലി ഗവൺമെന്റിന് ടാക്സ് മുഖേന ലഭിക്കുന്ന വരുമാനം ചെലവഴിക്കുന്നത് എന്നാണ് ചുരുക്കത്തിൽ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കളക്ട് ചെയ്യുന്ന ഫണ്ടുകൾ, ടാക്സ് ആയിട്ട് കളക്ട് ചെയ്യുന്ന ഗവൺമെന്റിന്റെ വരുമാനം അവർ ഉപയോഗിക്കുന്നത് പലതരത്തിലുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചർ പ്രോഗ്രാംസിക്ക് വേണ്ടിയിട്ടാണ്. Okay, the taxation is the primary source of revenue to the government for incurring such public welfare expenditure. Public welfare expenditure മീറ്റ് ചെയ്യാനുള്ള ഗവൺമെന്റിന്റെ ഏറ്റവും പ്രൈമറി സോഴ്സ് ഓഫ് വരുമാനം എന്ന് പറയുന്നത് ടാക്സേഷൻ അല്ലെങ്കിൽ ടാക്സ് ഇമ്പോസ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സാണ്. ടാക്സുകള് രണ്ട് തരത്തില് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. മെയിൻലി ടാക്സസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു കാറ്റഗറീസ്. ഡയറക്റ്റ് ടാക്സും ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്ന ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. അതായത് ഡയറക്ട്ലി ഗവൺമെന്റ് ടാക്സ് പെയറിന്റെ അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി ഉള്ള ആളുടെ മേലോ ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ദ പേഴ്സൺ പേസ് ടാക്സ് ഫ്രം ഓൺ പ്രോഫിറ്റ്, ഓൺ പോക്കറ്റ്. അപ്പൊ സ്വന്തം പോക്കറ്റിൽ നിന്ന് ഗവൺമെന്റിലേക്ക് നേരിട്ടാണ് ഇവിടെ ടാക്സ് പെയർ ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നത്. അത്തരത്തിലുള്ള ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഗവൺമെന്റ് ഡയറക്ട്ലി ടാക്സ് പെയറിന്റെ മേല് ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അത് ഗവൺമെന്റ് ഡയറക്ട്ലി ഇമ്പോസ് സച്ച് ടാക്സ് ഓൺ ദ ടാക്സ് പെയർ. എക്സാമ്പിൾ ഈസ്, ഇതിനൊരു എക്സാമ്പിൾ ആണ് ഇൻകം ടാക്സ്. രണ്ടാമത്തെ കാറ്റഗറി പറഞ്ഞത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പൊ പേരിൽ തന്നെ നമുക്ക് ഇൻഡയറക്ട്ലി ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് പേഴ്സൺ കളക്ട്സ് ടാക്സ് ഫ്രം ദ കസ്റ്റമർ പേസ് ടു ഗവൺമെന്റ്. ഗവൺമെന്റ് വേറെ ആളുടെ മേലായിരുന്നു ടാക്സ് ഇമ്പോസ് ചെയ്തായിരുന്നത്. ആ ഇമ്പോസ് ചെയ്ത ആള് കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്നാണ് ടാക്സ് കളക്ട് ചെയ്തിട്ട് ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നത്. അപ്പൊ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത് ഒരു സെല്ലറാണ്. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് GST എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെല്ലറിന്റെ മേല് ഗവൺമെന്റ് ഇമ്പോസ് ചെയ്ത ടാക്സ് സെല്ലർ ആ ലയബിലിറ്റി കസ്റ്റമറിലേക്ക് പാസ് ചെയ്യുന്നു. എന്നിട്ട് കസ്റ്റമറിന്റെ അടുത്ത് നിന്ന് ടാക്സ് കളക്ട് ചെയ്തിട്ട് ഗവൺമെന്റിലേക്ക്, സെല്ലർ എന്ന് ഉദ്ദേശിക്കുന്നത് കച്ചവടക്കാര്, അവര് ഗവൺമെന്റിലേക്ക് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തില് കളക്ട് ചെയ്യുന്ന ടാക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. പേഴ്സൺ കളക്ട്സ് ടാക്സ് ഫ്രം കസ്റ്റമർ then pays to government. ആ പേഴ്സൺ, ഇന്റർമീഡിയറി എന്ന് പറയുന്നത് സെല്ലറാണ്. അപ്പൊ സെല്ലർ ടാക്സ് കളക്ട് ചെയ്യുന്നത് കസ്റ്റമറിന്റെ അടുത്ത് നിന്നാണ്. എന്നിട്ട് കസ്റ്റമറിന്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്ത ടാക്സ് ഇയാൾ ഗവൺമെന്റിലേക്ക് പേ ചെയ്യാണ്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് GST എന്ന് പറയുന്നത്. അതാണ് മെയിൻലി രണ്ട് കാറ്റഗറീസ് ഓഫ് ടാക്സ്, ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അത് ഡയറക്റ്റ് ടാക്സ്. ഇറ്റ് ഈസ് ദ ടാക്സ് levied directly on the taxpayer's income who pays it to the government and cannot pass it on to someone else. ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ടാക്സുകൾ ഡയറക്ട്ലി ടാക്സ് പെയറുടെ ഇൻകത്തുമെയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പൊ ടാക്സ് പെയർക്ക് ഡയറക്ട്ലി ആ ടാക്സ് ഗവൺമെന്റിലേക്ക് അടയ്ക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. വേറൊരാളുടെ മേല് അത് ആ ലയബിലിറ്റി വേറെ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അധികാരം ടാക്സ് പെയർക്ക് ഇല്ല. ഓക്കെ, അത്തരത്തിലുള്ള ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞത്. അപ്പൊ എന്തൊക്കെയാണ് ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾസ് എന്ന് നമുക്ക് നോക്കാം. ഇൻകം ടാക്സ് ഉണ്ട്, കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട്, അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് ഉണ്ട്. ഇൻകം ടാക്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഒരു ഇൻഡിവിജ്വല് ഒരു പർട്ടിക്കുലർ ലിമിറ്റിനേക്കാളും കൂടുതലാണ് ഇൻകം ഏൺ ചെയ്യുന്നതെങ്കിൽ ഗവൺമെന്റ് അയാൾ ഏൺ ചെയ്യുന്ന ഇൻകത്തുമേ ടാക്സ് ഇമ്പോസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇൻഡയറക്റ്റ് ടാക്സ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഡയറക്റ്റ് ടാക്സ്. ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് ഓൺ an individual who falls under different tax brackets based on their earnings or revenue, and they have to file an income tax return every year, after which they will either need to pay the tax or be eligible for tax refund. ഒരു പർട്ടിക്കുലർ ലിമിറ്റിനേക്കാളും കൂടുതൽ ഇൻകം ഏൺ ചെയ്യുന്ന ഇൻഡിവിജ്വൽസിന് എല്ലാ വർഷവും ഇൻകം ടാക്സ് റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ ബേസിലാണ് അയാളുടെ ഇൻകത്തിന് മേല് ഗവൺമെന്റ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ അയാള് ടാക്സ് റീഫണ്ട് ടാക്സ് ഇങ്ങോട്ട് തിരിച്ചു കിട്ടാനായിട്ട് ബാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് തിരിച്ച് അയാൾക്ക് ടാക്സ് റീഫണ്ട് ആയിട്ട് കൊടുക്കും. കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറഞ്ഞത് കമ്പനീസിന്റെ മേല് ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് റേറ്റിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ കോർപ്പറേറ്റ് ടാക്സ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഡയറക്റ്റ് ടാക്സ്. ഡയറക്ട്ലി കമ്പനീസ് ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിന്റെ മേല് ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണിത്. Companies incorporated or having
operations in India have to pay tax to the government. They need to pay tax on the profits earned from the business. Business operate ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റിന്റെ പ്രോഫിറ്റ് മേലാണ് ഗവൺമെന്റ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്. Unlike income tax slab rates of individuals, companies have to pay tax at flat rates prescribed by the government. അപ്പോൾ ഇൻഡിവിജ്വൽസ് പേ ചെയ്യുന്ന സ്ലാബ് റേറ്റ് അല്ല കമ്പനികൾക്ക് പേ ചെയ്യേണ്ട റേറ്റ് എന്ന് പറയുന്നത് അവർക്ക് വ്യത്യാസമുണ്ട്. അപ്പൊ ഒരു ഫ്ലാറ്റ് റേറ്റ് ആണ് അവരുടെ മേലെ ഇമ്പോസ് ചെയ്യുന്നത്. അപ്പൊ 30% അവർക്ക് പേ ചെയ്യേണ്ടി വരും. ഇൻഡിവിജ്വൽസിന് അങ്ങനെയല്ല, ഡിഫറെന്റ് സ്ലാബ് റേറ്റ്സുകൾ ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. അപ്പൊ കോർപ്പറേറ്റ് ടാക്സ് ഇസ് എ ടൈപ്പ് ഓഫ് ഡയറക്ട് ടാക്സ്. ഇനി പിന്നത്തെ ഒരു ഡയറക്ട് ടാക്സിന് എക്സാമ്പിൾ ആണ് STT, അതർവൈസ് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് അറിയപ്പെടുന്നത്. STT, സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്. സെക്യൂരിറ്റീസിൽ ഡീൽ ചെയ്യുന്ന ട്രേഡേഴ്സിന്റെ മേൽ ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ് STT എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ചാപ്റ്റർ പഠിക്കുമ്പോൾ അത് പഠിക്കാം. STT is a tax levied while dealing with the securities listed on a recognized stock exchange. It is an amount that is levied over and above the trade value and hence it increases the transaction value. For stock exchange, recognized stock exchange, securities deal ചെയ്യുന്ന അവരുടെ മേലെ ഇമ്പോസ് ചെയ്യുന്ന ട്രേഡേഴ്സിന്റെ മേലെ ഇമ്പോസ് ചെയ്യുന്ന ടാക്സിനാണ് നമ്മൾ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറയുന്നത്. ഇത് മൂന്നുമാണ് ഡയറക്ട് ടാക്സിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. പിന്നെ എസ്റ്റേറ്റ് ടാക്സും വെൽത്ത് ടാക്സും ഒക്കെ മുന്നുണ്ടായിരുന്നു, ഇപ്പൊ അതൊക്കെ അബോളിഷ് ചെയ്തു. അതൊന്നും ഇപ്പൊ ഡയറക്ട് ടാക്സ് അല്ല, ഒന്നും ഇല്ല ഇപ്പൊ. അപ്പൊ ഇതാണ് ഡയറക്ട് ടാക്സിന് എക്സാമ്പിൾ. ഇത് ഡയറക്ട് ടാക്സ് ക്ലിയർ ആയില്ലേ? അതിന് എക്സാമ്പിൾസും ഓക്കെ. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് ടാക്സ് നമ്മൾ പറഞ്ഞത് ഇൻഡയറക്ട് ടാക്സ് ആണ്. ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് എ ടാക്സ് ലീവ്ഡ് ബൈ ദ ഗവൺമെന്റ് on goods and services and not on the income, profit or revenue of an individual, and it can be shifted from one taxpayer to another. It can be shifted from one taxpayer to another. അപ്പോൾ ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞത് ഒരു ഇൻഡിവിജ്വലിന്റെ ഇൻകത്തിന് മേലോ പ്രോഫിറ്റ് മേലോ റവന്യൂ മേലോ ചാർത്തുന്ന ടാക്സ് അല്ല, ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് അല്ല. ഇത് എന്തുമയാണ് ഗുഡ്സ് ആൻഡ് സർവീസുമേ ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത്, ഇൻഡയറക്ട് ടാക്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ലയബിലിറ്റി പാസ് ചെയ്യാനുള്ള അധികാരം ഇൻഡയറക്ട് ടാക്സിലുണ്ട്. ഓക്കെ. അപ്പൊ ഗവൺമെന്റ് ഗുഡ്സിനെയും സർവീസിനെയും ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സ് ആരുടെ മേലാണ് ഗവൺമെന്റ് ഈ ടാക്സ് ഇമ്പോസ് ചെയ്തത്, അയാൾക്ക് അത് ആ ടാക്സ് കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ട് ഗവൺമെന്റിലേക്ക് അടയ്ക്കാണ് ഇൻഡയറക്ട് ടാക്സിൽ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത്. ഇൻഡയറക്ട് ടാക്സിന് എക്സാമ്പിൾസ് ആണ് താഴെ കാണുന്നത്. GST ഉണ്ട്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഉണ്ട്. ഇപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് മാത്രമേ ഉള്ളൂ. മുന്നുണ്ടായിരുന്ന ഇൻഡയറക്ട് ടാക്സിന് എക്സാമ്പിൾസ് ആണ് കസ്റ്റംസ് ഡ്യൂട്ടി, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, സെയിൽസ് ടാക്സ്, വാല്യൂ ആഡഡ് ടാക്സ് എന്നൊക്കെ പറഞ്ഞിരുന്നത്. അപ്പൊ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞത് ഗുഡ്സിനെയും സർവീസിനെയും ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ്, ഇൻഡയറക്ട് ടാക്സ് ആണത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ എക്സിസ്റ്റിംഗ് ഇൻഡയറക്ട് ടാക്സ് ലീവ്ഡ് ഇൻ ഇന്ത്യ. ഇറ്റ് ഹാസ് സബ്സംഡ് മെനി ഇൻഡയറക്ട് ടാക്സ് ലോസ്. ഓക്കെ. അപ്പൊ നമുക്കറിയാം, ഇപ്പോ റീസെന്റ് 2017 GST നിലവിൽ വന്നത്. അതുവരെ പലതരത്തിലുള്ള ഇൻഡയറക്ട് ടാക്സ് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നു. അപ്പൊ അതിനെല്ലാം സബ്മെർജ് ചെയ്തുകൊണ്ടാണ് സബ്മെർജ് ചെയ്തുകൊണ്ടാണ് GST നിലവിൽ വന്നത്. ഓക്കെ. ഇപ്പൊ ആകെ ഒരു ഇൻഡയറക്ട് ടാക്സ് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് GST. പഴയ ഇൻഡയറക്ട് ടാക്സുകൾ എന്ന് പറയുന്നത് കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പൊ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇമ്പോർട്ട് ഡ്യൂട്ടി ആണ്. നമ്മൾ പുറമെയുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് ഗുഡ്സുകൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് ചുമത്തുന്ന ഡ്യൂട്ടിനെയാണ് നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ടാക്സ് ആണ് കസ്റ്റംസ് ഡ്യൂട്ടിയിൽ വരുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ ടാക്സ് പേ ചെയ്യാനുള്ള ബാധ്യത കസ്റ്റമേഴ്സിനും റീറ്റെയിലേഴ്സിനും ആയിരുന്നു. സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ദിസ് ടാക്സ് വാസ് പേയബിൾ ബൈ ദ മാനുഫാക്ചേഴ്സ് who would then shift the tax burden to retailers and wholesalers. അപ്പൊ ആക്ച്വലി ഈ ടാക്സ് പേ ചെയ്യാനുള്ള ലയബിലിറ്റി മാനുഫാക്ചേഴ്സിനായിരുന്നു. പക്ഷെ നമ്മൾ GST ചെയ്യുന്ന പോലെ മാനുഫാക്ചേഴ്സ് അവരുടെ ലയബിലിറ്റി റീറ്റെയിലേഴ്സിന്റെ മേലും ഹോൾസെയിലേഴ്സിന്റെ മേലും പാസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി സർവീസ് ടാക്സ്, GST തന്നെ ഉള്ള സർവീസ് ടാക്സ് തന്നെയാണ് ഇത്. എന്തുമാണ്? സർവീസ് പ്രൊവൈഡർ, സർവീസ് റെസിപ്പിയന്റ്, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആള് സർവീസ് റിസീവ് ചെയ്യുന്ന ആളുടെ മേല് ഗ്രോസ് എമൗണ്ടും ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. അടുത്തത് സെയിൽസ് ടാക്സ്. സെയിൽസ് ടാക്സ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് പെയ്ഡ് ബൈ ദ റീറ്റെയിലർ who would then shift the tax burden to customers by charging sales tax on goods and service. അപ്പൊ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ടാക്സ് റീറ്റെയിലേഴ്സിന് അടയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും അവർ വിൽക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസിൽ നിന്ന് കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന്
ടാക്സ് കളക്ട് ചെയ്തിട്ട് അത് ഗവൺമെന്റിലേക്ക് അടയ്ക്കുകയാണ് ചെയ്തിരുന്നത്. ഇനി വാല്യൂ ആഡഡ് ടാക്സ്. വാല്യൂ ആഡഡ് ടാക്സ് is also one of the example of indirect tax ആയിരുന്നു. It was collected on the value of goods and services that were added at each stage of their manufacture or distribution and then finally passed on to the customer. അപ്പോ ഗുഡ്സ് പാസ് ചെയ്യുന്ന ഓരോ സ്റ്റേജിലും ഗുഡ്സിന്റെ വാല്യൂന്റെ മേല് ടാക്സ് ആഡ് ചെയ്തു വന്നായിരുന്നു. അപ്പൊ ഓരോ സ്റ്റേജിലും ഗുഡ്സ് പാസ് ചെയ്യില്ല. ഓരോ സ്റ്റേജിൽ നിന്ന് ഗുഡ്സ് മാനുഫാക്ചറിന്റെ അടുത്ത് നിന്ന് ഹോൾസെയിലേഴ്സിന്റെ അടുത്തേക്ക് പാസ് ചെയ്യും, ഹോൾസെയിലേഴ്സിന്റെ നിന്ന് റീറ്റെയിലേഴ്സിന്റെ അടുത്ത് പാസ് ചെയ്യും, റീറ്റെയിലേഴ്സിന് അത് കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് പാസ് ചെയ്യും. അങ്ങനെയാണ് കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് ഫൈനൽ ആൻഡ് കസ്റ്റമറിന്റെ അടുത്തേക്ക് ആ പ്രൊഡക്റ്റ് എത്തുന്നത്. അപ്പൊ ഓരോ സ്റ്റേജിൽ കൂടെയും ഈ ഗുഡ്സുകൾ പാസ് ചെയ്യുമ്പോൾ ഓരോ സ്റ്റേജിലും ആ ഗുഡ്സിന്റെ വാല്യൂമെ ടാക്സ് ഇമ്പോസ് ചെയ്ത് വന്നിരുന്നു. അത്തരത്തിലുള്ള ടാക്സ് ആണ് വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ അവസാനം ടാക്സ് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം കസ്റ്റമേഴ്സിന്റെ മേലായിരുന്നു ഇമ്പോസ് ചെയ്തായിരുന്നത്. അങ്ങനെയുള്ള ടാക്സുകളെല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നിലവിൽ വരുന്നത്. ഇൻഡയറക്ട് ടാക്സിന് എക്സാമ്പിൾ ആണ് GST എന്ന് പറയുന്നത്. ഇൻഡയറക്ട് ടാക്സ് ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ GSTനെ പറ്റി പറഞ്ഞു അല്ലെ. പല ഇൻഡയറക്ട് ടാക്സുകളും റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് GST നിലവിൽ വന്നത്. ഓക്കെ. With the implementation of GST, we have already witnessed a number of positive changes in the fiscal domain of India. GST നിലവിൽ വന്നത് കൊണ്ട് പല വിധത്തിലുള്ള ചേഞ്ചസ് ഫിസ്ക്കൽ പോളിസികളിലും മോണിറ്ററി പോളിസികളിലും ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പോസിറ്റീവ് ചേഞ്ചസ്. The various taxes that were mandatory earlier are now obsolete thanks to this new reformed indirect tax. Not just that, GST is making sure the slogan. അപ്പോൾ പലതരത്തിലുള്ള ഇൻഡയറക്ട് ടാക്സ്, അനാവശ്യമായിട്ടുള്ള പല ഇൻഡയറക്ട് ടാക്സുകളും നിലനിന്നായിരുന്നു. അതിനെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് GST നിലവിൽ വന്നത്. അപ്പൊ GSTയുടെ സ്ലോഗൻ എന്ന് പറയുന്നത് ഇതാണ്: വൺ നേഷൻ, വൺ ടാക്സ്, വൺ മാർക്കറ്റ്. അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ പല സ്റ്റേജസിലും ഇമ്പോസ് ചെയ്യുക അങ്ങനെയുള്ള അനാവശ്യമായ അൺനെസറി ടാക്സ് റേറ്റുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് GSTയുടെ സ്ലോഗൻ ഇതായിരുന്നു: വൺ നേഷൻ, വൺ ടാക്സ്, വൺ മാർക്കറ്റ്. ഒരു രാജ്യം, ഒരു ടാക്സ്, ഒരു മാർക്കറ്റ്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള സ്ലോഗന്റെ ബേസിലാണ് GST നിലവിൽ വന്നത്. ഓക്കെ. പിന്നെ ദാറ്റ് സെഡ്, വിത്ത് ദ ഡോണിംഗ് ഓഫ് GST, the biggest relief so far is clearly the elimination of a cascading effect of tax or tax on tax quandary. കാസ്കാഡിംഗ് ഇഫക്റ്റ്, ടാക്സ് ഓൺ ടാക്സ് എന്നാണ് ഇതിന് പറയുന്നത്. ഒരു സാധനത്തിന്റെ മേൽ നമ്മൾ പല തവണ ടാക്സ് അടയ്ക്കേണ്ട അവസ്ഥയാണ് ഈ വാല്യൂ ആഡഡ് ടാക്സിലൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാസ്കാഡിംഗ് ഇഫക്റ്റുകളൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് GST ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാസ്കാഡിംഗ് എഫക്ട് എന്ന് പറയുന്നത് ടാക്സ് ഓൺ ടാക്സ്. ഇപ്പോൾ ഓൾറെഡി പേ ചെയ്ത സാധനത്തിന്റെ മേല് ഒന്നിൽ കൂടുതൽ തവണയാണ് നമ്മൾ ഓൾറെഡി ടാക്സ് പേ ചെയ്തിട്ടുണ്ടായിരിക്കുന്നതിലും പല സ്റ്റേജസിലും കൂടെയും ഗുഡ്സുകളും സർവീസുകളും കടന്നു പോകുമ്പോൾ പിന്നെയും വരുമ്പോൾ ടാക്സ് ഇമ്പോസ് ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ ഈ വാല്യൂ ആഡഡ് ടാക്സിലൊക്കെ നടന്നിരുന്നത്. അത്തരത്തിലുള്ള ഇഫക്റ്റുകളൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് GSTയുടെ അഡ്വാൻറ്റേജ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. Cascading effect of tax is situation wherein end consumer of any goods or service has to bear burden of tax to be paid on the previously calculated tax and as a result would suffer an increased or inflated price. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു പേയ്മെന്റ് ടാക്സ് ആയിട്ട് എൻഡ് കസ്റ്റമർ ആ ഗുഡ്സിന് കൊടുക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് GST വന്നതോടുകൂടി സാധിച്ചിട്ടുണ്ട്. അപ്പൊ എന്നാണ് GST നിലവിൽ വന്നത്? ജൂലൈ 1, 2017 GST നിലവിൽ വരുന്നത് കേട്ടോ. അപ്പൊ 2017 മുന്നേ വരെ ഇൻഡയറക്ട് ടാക്സ് പലതരത്തിലുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഇൻഡയറക്ട് ടാക്സുകളും നിലവിലുണ്ടായിരുന്നു. അതായത് സർവീസ് ടാക്സ്, വാല്യൂ ആഡഡ് ടാക്സ്, കസ്റ്റംസ് ഡ്യൂട്ടീസ്, എക്സൈസ് ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു. 2017 ജൂലൈ 1 മുതൽ ഇത്തരത്തിലുള്ള എല്ലാ ഇൻഡയറക്ട് ടാക്സുകളും സബ്മേർജ് ചെയ്തിട്ട് ഒറ്റ ടാക്സ് ആക്കി മാറ്റി. It is called Goods and Services Tax Act, popularly known as GST.